വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ എന്താണ് ഒരു സബ്സ്റ്റൻസിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്? ഒരു സബ്സ്റ്റൻസിന്റെ വേപ്പർ പ്രഷർ എന്താണ്? ഒരു സബ്സ്റ്റൻസിന്റെ വേപ്പർ പ്രഷർ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് ഈ കണ്ടെയ്നറിൽ ഒരു ലിക്വിഡ് എടുക്കും. ഒരു ലിക്വിഡ് എടുക്കും. ഒരു കണ്ടെയ്നറിൽ ഒരു ലിക്വിഡ് എടുക്കും. ഈ എടുത്തിരിക്കുന്ന ലിക്വിഡ് വോളറ്റൈൽ ലിക്വിഡ് ആണ്. വോളറ്റൈൽ കേട് കേട്ടിട്ടുണ്ടോ? വോളറ്റൈൽ ലിക്വിഡ്. വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പറൈസ് ചെയ്യാൻ കഴിവുള്ള ലിക്വിഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോളറ്റൈൽ. വേപ്പറൈസ് ചെയ്യാൻ കഴിവുള്ള ലിക്വിഡുകൾ നമ്മൾ എന്ത് വിളിക്കും? വോളറ്റൈൽ എന്ന് വിളിക്കും. വോളറ്റൈൽ. വേപ്പറൈസ് ചെയ്യാൻ ടെൻഡൻസി ഇല്ലാത്ത ലിക്വിഡുകൾ നമ്മൾ എന്താ വിളിക്കുന്നത്? നോൺ വോളറ്റൈൽ സബ്സ്റ്റൻസ്. ലിക്വിഡ് എന്നല്ല, സബ്സ്റ്റൻസ് ഉണ്ട്. വേപ്പറൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള സബ്സ്റ്റൻസുകളാണ് വോളറ്റൈൽ. ഇപ്പോൾ വാട്ടർ വോളറ്റൈൽ ആണ്. വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡാണ് വാട്ടർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അസറ്റോൺ, ക്ലോറോഫോം, ഡൈക്ലോറോമീഥൈൻ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സബ്സ്റ്റൻസുകൾ എന്താണ്? വോളറ്റൈൽ ആണ്. നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഷുഗർ ആയാലും സോൾട്ട് ആയാലും സുക്രോസ് ആയാലും ഷുഗറിൽ തന്നെ വരുന്നതാണ്. പിന്നെ അതുപോലെ എന്താണ്? യൂറിയ ആയാലും ഇതൊക്കെ ഇതിൽ വരുന്നതാണ് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ്. നോൺ വോളറ്റൈൽ സബ്സ്റ്റൻസുകൾ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഒരു വോളറ്റൈൽ ലിക്വിഡ് ആണ്. ഒരു വോളറ്റൈൽ ലിക്വിഡ് ആണ് എടുത്തിരിക്കുന്നത്. ഈ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ലിക്വിഡ് എടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ ഈ കണ്ടെയ്നറിനെ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഈ ലിക്വിഡിനെ ഞാൻ 1 എന്ന് വിളിക്കാം. 1 എന്ന ഒരു ലിക്വിഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 1 എന്ന് പറയുന്ന ലിക്വിഡ് ഞാൻ ഇവിടെ എടുത്തിരിക്കുകയാണ്. ഈ ലിക്വിഡ് ഞാൻ ഇവിടെ വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡാണ്. ഈ ലിക്വിഡ് എന്ത് ചെയ്യും? വോളറ്റൈൽ ആയതുകൊണ്ട് ഇവിടെ ലിക്വിഡിന്റെ മോളിക്യൂളുകൾ തമ്മിൽ കൊളൈഡ് ചെയ്ത് അതിന്റെ ഇടയിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും? വേപ്പറൈസ് ചെയ്യും. ഇത് വേപ്പറൈസ് ചെയ്യും. ഈ ലിക്വിഡ് എന്ത് ചെയ്യും? വേപ്പറൈസ് ചെയ്യും. ഈ ലിക്വിഡ് വേപ്പറൈസ് ചെയ്തിട്ട് ഇവിടെ എല്ലാം ആര് ഫില്ല് ചെയ്യും? വേപ്പേഴ്സ് ഫില്ല് ചെയ്യും. ഈ പോയിന്റിലെല്ലാം വേപ്പേഴ്സ് ഫില്ല് ചെയ്യും. ഇവിടെ എല്ലാം വേപ്പേഴ്സ് ഫില്ല് ചെയ്യും. ഇത് വോളറ്റൈൽ ലിക്വിഡ് ആണ്. ഈ വോളറ്റൈൽ ലിക്വിഡ് വേപ്പറൈസ് ചെയ്യുന്നു. വേപ്പറൈസ് ചെയ്തിട്ട് ഈ ഭാഗത്ത്, ഈ കണ്ടെയ്നറിന്റെ ഈ ഭാഗത്തെല്ലാം എന്ത് ചെയ്യും? ഇങ്ങനെ ബാക്കിയുള്ള സ്പേസിൽ മുഴുവൻ ഇതിന്റെ ഈ ലിക്വിഡിന്റെ വേപ്പർ ഫില്ല് ചെയ്യും. ഈ പ്രോസസ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേപ്പറൈസേഷൻ അല്ലേ? ഒരു ലിക്വിഡ് വേപ്പറൈസ് ചെയ്യുന്ന വേപ്പേഴ്സ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന, വേപ്പറായിട്ട് മാറുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേപ്പറൈസേഷൻ. ഇത് ലിക്വിഡ് വേപ്പറൈസ് ചെയ്തു, ഇവിടെ എല്ലാം ഫില്ല് ചെയ്തു. ഈ പ്രോസസ് നമ്മൾ എന്താ വിളിച്ച? വേപ്പറൈസേഷൻ വിളിച്ചു. ഇനി നോർമലി ഈ ലിക്വിഡ് ഇതിപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നർ ആണ്. ഇപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നർ ആയതുകൊണ്ട് ഈ ലിക്വിഡ് എന്ത് ചെയ്യും? ഇവിടെ തങ്ങി നിൽക്കും. ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നറിലായതുകൊണ്ട് ഈ ലിക്വിഡ് ഇവിടെ തങ്ങി നിന്നിട്ട് ഇത് തിരിച്ച് തണുക്കും. നന്നായിട്ട് തണുക്കും. അപ്പൊ ഈ ലിക്വിഡ്, ഈ വേപ്പർ ഇവിടെ തങ്ങി നിന്നിട്ട് ഈ വേപ്പർ തിരിച്ച് തണുത്ത് വീണ്ടും ലിക്വിഡ് ആവും അല്ലേ? വീണ്ടും ലിക്വിഡ് ആവുന്ന പ്രോസസ് നമ്മൾ എന്താ വിളിക്കുന്നത്? വീണ്ടും ലിക്വിഡ് ആവുന്ന പ്രോസസ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് വിളിക്കും. കണ്ടൻസേഷൻ. ഈ ലിക്വിഡ് ഇവിടെ വേപ്പറൈസ് ചെയ്തു, ഇവിടെ എല്ലാം വേപ്പർ ഫില്ല് ചെയ്തു. ആ വേപ്പർ തിരിച്ച് എന്ത് ചെയ്യും? തണുക്കും. തണുത്ത് വീണ്ടും ലിക്വിഡ് ആയിട്ട് മാറും. ആ പ്രോസസ് നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാര്യം, ഈ ആദ്യം ഇവിടെ വേപ്പറൈസേഷൻ എന്ന പ്രോസസ് നടക്കുന്നു. അങ്ങനെ വേപ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ വേപ്പേഴ്സ് തിരിച്ച് കണ്ടൻസ് ചെയ്ത് വീണ്ടും ലിക്വിഡ് ആവും. അപ്പൊ നോർമലി കുറെ സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഹിയർ റീച്ചസ് ആൻ ഇക്വിലിബ്രിയം. ഇവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവും അല്ലേ? ഇവിടെ ഇക്വിലിബ്രിയം ഉണ്ടാവും. അതായത് ഈ വേപ്പറൈസേഷന്റെയും കണ്ടൻസേഷന്റെയും സ്പീഡ് ഒരേപോലെ ആവും. വേപ്പറൈസേഷന്റെയും കണ്ടൻസേഷന്റെയും സ്പീഡ് ഒരേപോലെ ആവും. അപ്പൊ വേപ്പറൈസേഷന്റെയും കണ്ടൻസേഷന്റെയും സ്പീഡ് ഒരേപോലെ ആവുന്ന കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേര്, ആ ഒരു കണ്ടീഷനെയാണല്ലോ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വിലിബ്രിയം. അതായത് ഈ വേപ്പേഴ്സ് ഈ ലിക്വിഡുമായിട്ട് എന്തിൽ വരും? ഇക്വിലിബ്രിയത്തിൽ വരും. ഇക്വിലിബ്രിയത്തിൽ വരുന്ന ടൈമിൽ, അതായത് when the vapors of the liquid is in equilibrium with the liquid, ഈ ലിക്വിഡിന്റെ വേപ്പർ ഈ ലിക്വിഡുമായിട്ട് ഇക്വിലിബ്രിയത്തിൽ വരുമല്ലോ. ആ ഇക്വിലിബ്രിയത്തിൽ വരുന്ന കണ്ടീഷനിൽ ഈ
വേപ്പർ എത്ര പ്രഷർ എക്സേർട്ട് ചെയ്യോ, ഈ വേപ്പർ എത്ര പ്രഷർ എക്സേർട്ട് ചെയ്യോ ആ പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേപ്പർ പ്രഷർ. That pressure is called vapor pressure. So what is vapor pressure? Vapor pressure is the pressure exerted by the vapors of a liquid. Is the pressure exerted by the vapors of a liquid when the vapors are in equilibrium with the liquid. ഈ വേപ്പർ ലിക്വിഡുമായിട്ട് ഇക്വിലിബ്രിയത്തിൽ വരുമ്പോൾ, വേപ്പർ ലിക്വിഡുമായിട്ട് ഇക്വിലിബ്രിയത്തിൽ വരുന്ന ടൈമിൽ ഈ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, ഇവിടെ വേപ്പർ എന്തുമാത്രം പ്രഷർ അവിടെ കണ്ടെയ്നറിൽ എക്സേർട്ട് ചെയ്യോ ആ പ്രഷർ നമ്മൾ വിളിക്കുന്ന പേരാണ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. സോ ഈ വേപ്പർ പ്രഷർ എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. വേപ്പർ പ്രഷർ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസിന്റെ നേച്ചർ, സബ്സ്റ്റൻസിന്റെ നേച്ചറിനനുസരിച്ചിട്ട് മാറും അല്ലെ. എല്ലാ സബ്സ്റ്റൻസിനും ഒരേ വോളറ്റൈൽ പ്രോപ്പർട്ടി ആയിരിക്കത്തില്ല. ചിലത് നന്നായിട്ട് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യുന്ന ലിക്വിഡ് ആയിരിക്കും, ചിലത് അത്ര പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യില്ല അല്ലെ. ചിലത് മോർ വോളറ്റൈൽ ആയിരിക്കും, ചിലത് ലെസ് വോളറ്റൈൽ ആയിരിക്കും. അപ്പൊ സബ്സ്റ്റൻസിന്റെ നേച്ചറിനനുസരിച്ചിട്ട് വേപ്പർ പ്രഷറിൽ വ്യത്യാസം വരും. അതുപോലെ വേപ്പർ പ്രഷർ മെയിൻലി ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. പ്ലസ് വണ്ണിൽ പഠിച്ച ടോപ്പിക്കാണ്. വേപ്പർ പ്രഷർ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ടെമ്പറേച്ചറും വേപ്പർ പ്രഷറും എന്താണ് അല്ലെ? നമ്മളെ y ആക്സിസിൽ x ആക്സിസിൽ ടെമ്പറേച്ചറും y ആക്സിസിൽ വേപ്പർ പ്രഷർ എടുക്കുന്നു വെച്ചു. നമുക്ക് എന്താ കിട്ടും? we get a straight line. And the temperature increases, vapor pressure increases. Okay, അപ്പോൾ എന്താണ് ആ വേപ്പർ പ്രഷർ? നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. നമുക്ക് ഇതിവിടെ മുമ്പോട്ട് പഠിക്കുമ്പോൾ ആ ടേം അറിയേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പ്ലസ് വണ്ണിൽ പഠിച്ചിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു തന്നതോ. എന്താണ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് വേപ്പറൈസ് ചെയ്യുന്നു. ഒരു വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ് നമ്മൾ എടുക്കുന്നു, ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ എടുത്താൽ ആ ലിക്വിഡ് വേപ്പറൈസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേപ്പേഴ്സ് തിരിച്ച് കണ്ടൻസ് ചെയ്യും. ഇനി കുറെ സമയം കഴിയുമ്പോഴത്തേന് ഈ വേപ്പറൈസേഷനും കണ്ടൻസേഷനും ഇക്വിലിബ്രിയത്തിൽ വരും. ആ ഇക്വിലിബ്രിയത്തിൽ വരുമ്പോൾ വേപ്പർ, ഇവിടുത്തെ വേപ്പർ എന്തുമാത്രം പ്രഷർ എക്സേർട്ട് ചെയ്യോ ആ പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. സോ വേപ്പർ പ്രഷർ സബ്സ്റ്റൻസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യും? വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇത് ഓർത്തിരിക്കാം. ഞാനിവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാനിപ്പോൾ എടുത്ത ലിക്വിഡ്, ഞാൻ എടുത്ത ഈ ലിക്വിഡിനെ, വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡിനെ 1 എന്നാണ് വിളിച്ചത്. ഈ ലിക്വിഡ് 1 എന്നാണ് വിളിച്ചത്. അപ്പൊ ഈ ലിക്വിഡ് വേപ്പറൈസ് ചെയ്തു. വേപ്പറൈസേഷനും കണ്ടൻസേഷനും ഇക്വിലിബ്രിയത്തിൽ വരുന്നു. ഇക്വിലിബ്രിയത്തിൽ വരുമ്പോൾ വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ നമ്മൾ എന്താ വിളിച്ചത്? വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നു. സോ ഇവിടുത്തെ വേപ്പർ പ്രഷറിനെ, ഒന്നാമത്തെ ലിക്വിഡ് അല്ലെ, ഒന്നെന്ന് ഡെസിഗ്നേറ്റ് ചെയ്ത ലിക്വിഡിന്റെ വേപ്പർ പ്രഷറിനെ ഞാൻ P10 എന്ന് ഡിനോട്ട് ചെയ്തു. P10. നിങ്ങൾ ഈ സാധനം ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പഠിക്കുമ്പോൾ ഈ വാല്യൂസ് ഒക്കെ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ ലിക്വിഡ് മാത്രം എടുത്തിട്ടുള്ളത് only pure substance ആണ് അല്ലേ. ഫസ്റ്റ് only one liquid, one kind of molecules മാത്രമേ ഉള്ളൂ. ഇത് പ്യൂർ ആയിട്ടുള്ള ഫസ്റ്റ് ലിക്വിഡ് ആണ് എടുത്തിരിക്കുന്നത്. വേറെ സബ്സ്റ്റൻസുകൾ ഒന്നുമില്ല. ഒന്നാമത്തെ ലിക്വിഡ് വേപ്പറൈസ് ചെയ്തപ്പോൾ അതിനെ എക്സേർട്ട് ചെയ്ത പ്രഷറിനെ, അത് എക്സേർട്ട് ചെയ്ത വേപ്പർ പ്രഷറിനെയാണ് ഞാൻ എന്ത് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? P10 എന്ന് നോട്ട് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒരു സബ്സ്റ്റൻസിന്റെ വേപ്പർ പ്രഷർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ നോക്കാം. ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിനെ കുറിച്ച് നോക്കാം. ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ നോക്കാം. ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെ ഞാൻ എടുത്താണ്. നമ്മളൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കുക. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുത്തു. ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ രണ്ട് ലിക്വിഡ്സ് ഫിൽ ചെയ്യാൻ വെച്ചു. രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് എടുക്കണം. ഫസ്റ്റ് ലിക്വിഡ്, ഒന്നാമത്തെ ലിക്വിഡ് എടുത്തു. വോളറ്റൈൽ ആയിട്ടുള്ള ആദ്യത്തെ ലിക്വിഡ് എടുത്തു. ഇനി ഇതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? വേറെ ലിക്വിഡ് കൂടെ എടുക്കാം. വേറെ ലിക്വിഡ് കൂടെ ഫിൽ ചെയ്യും. സെക്കൻഡ് ലിക്വിഡ്. ഓക്കെ, സെക്കൻഡ് ലിക്വിഡ് കൂടെ ഫിൽ ചെയ്യും. ഫിൽ ചെയ്തിരിക്കുന്ന ഏതാണ്? സെക്കൻഡ് ലിക്വിഡ് ആണ്. രണ്ടും എന്താണ്? വോളറ്റൈൽ ആണ്. ഫസ്റ്റ് ലിക്വിഡ് വോളറ്റൈൽ ആണ്, സെക്കൻഡ് ലിക്വിഡ് വോളറ്റൈൽ ആണ്. രണ്ട് വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ് ആണ്.
രണ്ട് വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡുകളാണ്. ഇത് മിസിബിൾ ആയിട്ടുള്ള അല്ലെ 1, 2 എന്ന് പറയുന്ന ലിക്വിഡുകൾ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് ഇതൊരു സൊല്യൂഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഒന്നാമത്തെ ലിക്വിഡും രണ്ടാമത്തെ ലിക്വിഡും കൂടെ മിക്സ് ചെയ്ത് ഞാനൊരു സൊല്യൂഷൻ ഫോം ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് എ സൊല്യൂഷൻ ഓഫ് 2 വോളറ്റൈൽ ലിക്വിഡ്സ്. ഞാൻ എടുത്തിരിക്കുന്നത് 1, 2 എന്ന് പറയുന്ന രണ്ട് വോളറ്റൈൽ ലിക്വിഡുകൾ ചേരുമ്പോൾ ഒരു സൊല്യൂഷനാണ്. ഇവിടെ ആദ്യത്തെ കമ്പോണന്റ് വോളറ്റൈൽ ആണ്, രണ്ടാമത്തെ കമ്പോണന്റ് വോളറ്റൈൽ ആണ്. സംശയമില്ല, ആദ്യത്തെ കമ്പോണന്റ് വോളറ്റൈൽ ആണ്, രണ്ടാമത്തെ കമ്പോണന്റ് വോളറ്റൈൽ അല്ലേ. അപ്പൊ ഇവിടെ ഈ ഒന്നാമത്തെ കമ്പോണന്റ് എന്ത് ചെയ്യും? വേപ്പറൈസ് ചെയ്യും. ഒന്നാമത്തെ കമ്പോണന്റ് വേപ്പറൈസ് ചെയ്യും. ഒന്നാമത്തെ കമ്പോണന്റ് വേപ്പറൈസ് ചെയ്യും. ഒന്നാമത്തെ കമ്പോണന്റ് വേപ്പറൈസ് ചെയ്യും. അതുപോലെ ഏത് കമ്പോണന്റ് വേപ്പറൈസ് ചെയ്യും? രണ്ടാമത്തെ കമ്പോണന്റ് വേപ്പറൈസ് ചെയ്യും. ബിക്കോസ് അത് എന്താണ്? ലിക്വിഡ് തന്നെയാണ്, വോളറ്റൈൽ ലിക്വിഡ് തന്നെയാണ്, വോളറ്റൈൽ. അപ്പൊ രണ്ടാമത്തെ കമ്പോണന്റ് വേപ്പറൈസ് ചെയ്യും. അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? ഒന്നാമത്തെ കമ്പോണന്റിന്റെ വേപ്പറും ഉണ്ട്, രണ്ടാമത്തെ കമ്പോണന്റിന്റെ വേപ്പറും ഉണ്ട്. ഇത് 1, 2 എന്ന് പറയുന്ന ഈ രണ്ട് കമ്പോണന്റുകൾ, രണ്ട് ലിക്വിഡുകൾ വേപ്പറൈസ് ചെയ്യുന്ന സിലിണ്ടറിൽ വേപ്പർ പ്രഷർ ഒരു ഫില്ല് ചെയ്ത് ഇവിടെ വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത് വേപ്പറൈസ് ചെയ്തിട്ട് ഇപ്പൊ സിലിണ്ടറിനകത്ത് എന്ത് എക്സേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്? ഒരു വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതില് ഇവിടെ അനുഭവപ്പെടുന്ന ടോട്ടൽ വേപ്പർ പ്രഷർ ഞാൻ പി ടോട്ടൽ എന്ന് നോക്കി. ഇവിടെ അനുഭവപ്പെടുന്ന മൊത്തത്തിലുള്ള വേപ്പർ പ്രഷർ ഞാൻ പി ടോട്ടൽ എന്ന് നോട്ട് ചെയ്യും. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ ഒന്നാമത്തെ കമ്പോണന്റ്, ഒന്നാമത്തെ ലിക്വിഡ് വേപ്പറൈസ് ചെയ്തിട്ട് അതിന്റെ വേപ്പറും ഉണ്ട്, രണ്ടാമത്തെ ലിക്വിഡ് വേപ്പറൈസ് ചെയ്തിട്ട് അതിന്റെ വേപ്പർ ഇവിടെ ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ 1, 2 ഈ രണ്ട് ലിക്വിഡിന്റെ വേപ്പറുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നില്ലേ? അത് ഈ ഒന്നാമത്തെ ലിക്വിഡിന്റെ പ്രഷറിനെ, ഒന്നാമത്തെ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷറിനെ ഞാൻ P1 എന്ന് വിളിക്കുന്നു. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഫസ്റ്റ് ലിക്വിഡ് P1 എന്ന് വിളിക്കുന്നു. അപ്പൊ നിങ്ങൾ സാധാരണ P1 0 എന്നല്ലേ എടുത്തേന്ന് പറയും. അതെന്താണ്? അത് നമ്മൾ ആര് മാത്രം എടുത്തേ? ഒന്നാമത്തെ കമ്പോണന്റ് മാത്രമേ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കമ്പോണന്റ് മാത്രം എടുത്തപ്പോ അതെന്ത് ചെയ്തു? വേപ്പറൈസ് ചെയ്ത് വന്നു. അപ്പൊ അതിന്റെ വേപ്പർ ഇവിടെ ഫില്ല് ചെയ്തു. അപ്പൊ നമ്മൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? P1 0. പക്ഷെ ഇവിടെ ഈ വേപ്പറിൽ ഒന്നാമത്തെ കമ്പോണന്റ് മാത്രമല്ല ഉള്ളത്, രണ്ട് കമ്പോണന്റുകളുണ്ട്. അപ്പൊ ഒന്നാമത്തെ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ നമ്മൾ എന്താ വിളിച്ചേ? ഒന്നാമത്തെ കമ്പോണന്റ് ഈ മിക്സ്ചർ ഇരിക്കുന്ന സമയത്ത്, ഇവിടെ ഈ പേപ്പറിൽ രണ്ട് കമ്പോണന്റുകളില്ല. അപ്പൊ ആ മിക്സ്ചറിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒന്നാമത്തെ കമ്പോണന്റ് ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷറിനെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് വിളിക്കാം. അതിനെ P1 എന്നും രണ്ടാമത്തെ കമ്പോണന്റിലൂടെ എക്സേർട്ട് ചെയ്യുന്ന പാർഷ്യൽ വേപ്പർ പ്രഷറിനെ P2 എന്ന് വിളിച്ചു. ഇവിടെ ഈ കേസിൽ രണ്ടാമത്തെ കമ്പോണന്റ് ഇവിടെ എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന വേപ്പർ പ്രഷറിനെ ഞാൻ P2 എന്ന് വിളിച്ചു. സോ ഇവിടെ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വേപ്പർ പ്രഷർ നമ്മൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. P1 plus P2. P1 plus P2. Dalton's law. The total vapor pressure is equal to the sum of partial pressures P1 plus P2. Clear? നമുക്ക് Dalton's law വെച്ചിട്ട് P total കണ്ടുപിടിക്കാം. P1 plus P2 അല്ലെങ്കിൽ മാനോമീറ്റർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉണ്ട്. മാനോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ടോട്ടൽ വേപ്പർ പ്രഷർ ആണെങ്കിൽ മെഷർ ചെയ്തെടുക്കാൻ പറ്റും. മാനോമീറ്റർ. അപ്പോൾ P total is equal to P1 plus P2. ഇനി ഞാൻ ഒരു കാര്യം പറയാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കാം. ഈ ഒന്നാമത്തെ ലിക്വിഡ് ഇവിടെ എക്സേർട്ട് ചെയ്ത പാർഷ്യൽ വേപ്പർ പ്രഷർ, എന്തായിരുന്നു? P1 ആണ് അല്ലേ? ഈ പാർഷ്യൽ വേപ്പർ പ്രഷർ, ഈ ഒന്നാമത്തെ കമ്പോണന്റ് എക്സേർട്ട് ചെയ്ത പാർഷ്യൽ വേപ്പർ പ്രഷർ എന്നുള്ളത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദെയർ മോൾ ഫ്രാക്ഷൻ. അതായത് ഒന്നാമത്തെ ലിക്വിഡ് വേപ്പറൈസ് ചെയ്തിട്ട് ഒന്നാമത്തെ ലിക്വിഡിന്റെ വേപ്പർ ഇവിടെ എത്ര വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു എന്നുള്ളത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? അതിന്റെ മോൾ ഫ്രാക്ഷൻ പ്രൊപ്പോർഷണൽ ആണ്. ഒന്നാമത്തെ ലിക്വിഡ് നമ്മൾ ടോട്ടലി ഒന്നാമത്തെ മോൾ ഫ്രാക്ഷൻ ഫസ്റ്റ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ലിക്വിഡിന്റെ നമ്പർ ഓഫ് മോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയും. അതുപോലെ ഈ രണ്ടാമത്തെ ലിക്വിഡ് ഇവിടെ എക്സേർട്ട് ചെയ്ത പാർഷ്യൽ വേപ്പർ പ്രഷർ, നമുക്ക് എന്ത് വിളിക്കാം? P2 എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇസ് പ്രൊപ്പോർഷണൽ ടു देयर മോൾ ഫ്രാക്ഷൻ. രണ്ടാമത്തെ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷൻ പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ in a binary solution having two volatile liquids, the partial vapor pressure of each component is directly proportional to their mole fraction. അപ്പോൾ രണ്ട് വോളറ്റൈൽ ലിക്വിഡുകൾ ചേർന്ന ഒരു സൊല്യൂഷനിൽ
ഒരു സൊല്യൂഷന്റെ കേസിൽ അവിടെ ഓരോ ലിക്വിഡിനും എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന പാർഷ്യൽ വേപ്പർ പ്രഷർ, ഓരോ ലിക്വിഡിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്നുള്ളത് എന്തിനനുസരിച്ചിരിക്കും? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദിയർ മോൾ ഫ്രാക്ഷൻ. അതിന്റെ മോൾ ഫ്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. And this law is called Raoult's law. ഈ ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് Raoult's law. This law is called Raoult's law. Very important. Raoult's law. എന്താണ് Raoult's law യിൽ പറയുന്നത്? For a solution of two volatile liquids, the partial vapor pressure of each component is directly proportional to their mole fraction. The partial vapor pressure of each component is directly proportional to their mole fraction. ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? P1 is proportional to Chi1 എന്ന് എടുത്തിരിക്കുന്നത്. സോ P1 proportional to Chi1 ആണ്. സോ നമ്മൾ P1 proportional sign മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരണം. സോ ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് P10. അവിടെ വരുന്ന കോൺസ്റ്റന്റ് ആണ് P10. സോ P10 Chi1 എന്ന് വരും. സോ P2 is equal to എന്താ വരും? P20 Chi2 ആണോ? അവിടെ വന്ന പ്രൊപ്പോർഷണൽ സൈൻ മാറ്റിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന കോൺസ്റ്റന്റ് ആണ് P10 ഉം P20 ഉം. എന്താ P10 P20 നിങ്ങളടുത്ത് പറയണം. എന്തായിരിക്കും P10? ഇതേ വോളിയത്തിൽ അല്ലേ, ഇതേ കണ്ടെയ്നറിൽ തന്നെ നമ്മൾ ഒന്നാമത്തെ ലിക്വിഡ് മാത്രം എടുത്താൽ, ഇതേ ടെമ്പറേച്ചറിൽ, ഇതേ വോളിയത്തിൽ, ഇതേ കണ്ടെയ്നറിൽ അല്ല, ഇതേ വോളിയത്തിൽ, ഇതേ ടെമ്പറേച്ചറിൽ, ഇതേ എമൗണ്ടിൽ ഒന്നാമത്തെ ലിക്വിഡ് മാത്രം എടുക്കുന്നെങ്കിൽ ആ ഒന്നാമത്തെ ലിക്വിഡിന് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന വേപ്പർ പ്രഷർ ആണ് എന്ത്? P10. The vapor pressure of pure component 1 എന്ന് പറയുന്നത് P10. ഇത് നമ്മൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് ടേമാണ് P1 P10. ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല. P1 എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ രണ്ട് ലിക്വിഡ് എടുത്തില്ലേ, രണ്ട് ലിക്വിഡ് എടുത്തു. ഈ രണ്ട് ലിക്വിഡുകളും കൂടെ നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരു സൊല്യൂഷൻ ആക്കി വെച്ചു. ആ സൊല്യൂഷനിൽ നിന്ന് ആ ഒരു മിക്സ്ചറിൽ ഒന്നാമത്തെ ആൾക്ക് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രഷർ, ആ മിക്സ്ചറിൽ ഒന്നാമത്തെ ആൾക്ക് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രഷർ, അതാണ് P1. P10 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കമ്പോണന്റ് മാത്രം എടുത്താൽ അതിന് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന വേപ്പർ പ്രഷർ, അതാണ് P10. അപ്പൊ നിങ്ങൾക്ക് അത് ഡിഫറൻസ് വരും. കാരണം എന്താ? നിങ്ങളിപ്പോ എ എന്ന് പറയുന്ന ലിക്വിഡ് മാത്രം എടുത്തു. ഇപ്പൊ എ എന്ന് പറയുന്ന ലിക്വിഡ് മാത്രമാണ് നിങ്ങൾ കണ്ടെയ്നറിൽ എടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ ആരൊക്കെ തമ്മിൽ മാത്രമേ അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളൂ? എയുടെ പാർട്ടിക്കിളുകൾ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളൂ. പക്ഷെ എയും ബിയും കൂടെ മിക്സ് ചെയ്തിരുന്ന എന്താ പ്രശ്നം? എയുടെ പാർട്ടിക്കിളുകൾ തമ്മിൽ മാത്രമല്ല, എക്കും ബിക്കും ഇടയിലും അട്രാക്ഷൻ വരും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ആ വേപ്പറൈസ് ചെയ്യാനുള്ള എയുടെ ടെൻഡൻസിയിൽ വ്യത്യാസം വരും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അത് വേപ്പറൈസ് ചെയ്യുന്ന ടെൻഡൻസി ആയിരിക്കത്തില്ല, അത് ബിയുടെ കൂടെ ഇരിക്കും. കാരണം ബിയുമായിട്ട് അട്രാക്ഷൻ ഉണ്ട്. സോ അത് എങ്ങനെ വെളുപ്പത്തിൽ വേപ്പറൈസ് ചെയ്യണോ, അത് വേപ്പറൈസിങ് ടെൻഡൻസി കുറയോ കൂടുമോ എന്നുള്ളത് ബിയുമായിട്ടുള്ള ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ടേമാണ്, മറന്നുപോലെ. അപ്പൊ P1 എന്നുള്ളത് എന്തിന് ഈക്വൽ ആണ്? P10 Chi1. റോൾസ് ലോ അനുസരിച്ച് P1 എന്നുള്ളത് P10 Chi1 ആണ്. P2 എന്നുള്ളത് എന്താണ്? P20 Chi2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡാൽട്ടൺസ് ലോയെ നമുക്ക് തട്ടാം. ഡാൽട്ടൺസ് ലോയെ തട്ടിയിട്ട് നമുക്ക് ഡാൽട്ടൺസ് ലോയ്ക്ക് പകരം ഇവിടെ എന്ത് എഴുതാം? P total is equal to P1 എന്ത് എഴുതാം? P10 Chi1 plus P20 Chi2 എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ P total is equal to P10 Chi1 plus P2 into 1 minus P20 into 1 minus Chi1 എഴുതാം. അത് തെറ്റില്ല. കാരണം Chi1 plus Chi2 എത്രയാ? Chi1 plus Chi2 is equal to 1. So Chi2 is equal to 1 minus Chi1. ഇതിൽ കൂടെ ശരിയാണല്ലോ. അഡീഷണൽ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരാളുടെ മോൾ ഫ്രാക്ഷൻ അറിയാമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാം. ഒരാളുടെ മോൾ ഫ്രാക്ഷൻ മാത്രം അറിയത്തുള്ളെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ ഇതാണ് റോൾസ് ലോ. സോ റോൾസ് ലോയുടെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ രണ്ട് ലിക്വിഡുകൾ ചേർന്നിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്, രണ്ട് വോളറ്റൈൽ ലിക്വിഡുകളുടെ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. ആ സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. ആ സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ P1 ഉം P2 അറിയേണ്ട കാര്യമില്ല. പകരം എന്ത് മാത്രം പറഞ്ഞാൽ മതി? P10 ഉം P20 ഉം Chi1 ഉം Chi2 മാത്രം പറഞ്ഞാൽ മതി. Chi1 അറിഞ്ഞ ഒരെണ്ണം ഒരാളായാലും മതി. Chi1 അറിയാൻ Chi2 അറിയാം. കണ്ടോ? ഇവിടുത്തെ നമുക്കിവിടെ പാർഷ്യൽ പ്രഷറുകൾ മെഷർ ചെയ്യേണ്ട കാര്യമില്ല.
അല്ലെങ്കിൽ നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഫസ്റ്റ് പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് 2 ചെയ്താലേ പി ടോട്ടൽ കിട്ടും. പക്ഷെ റോൾസ് ലോ അനുസരിച്ച് നമുക്ക് P1 ന് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? P10. അപ്പോൾ ഒന്നാമത്തെ കമ്പോണന്റിന്റെ പ്യുവർ വേപ്പർ പ്രഷർ, ഒന്നാമത്തെ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ അറിഞ്ഞാലും മതി. എന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ അറിയണമെന്നില്ല. അതുപോലെ രണ്ടാമത്തെ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ മതി, എന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ വേണ്ട. മിക്സ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ അറിയേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്? പി ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇതാണ് റൗൾസ് ലോ. എന്താണ് റൗൾസ് ലോ? ഫോർ എ സൊല്യൂഷൻ ഓഫ് 2 volatile liquids, for a solution of 2 volatile liquids, the partial vapor pressure of each component, the partial vapor pressure of each component is directly proportional to their mole fraction. The partial vapor pressure of each component is directly proportional to their mole fraction. Is directly proportional to their mole fraction. For a solution of 2 volatile liquids, the partial vapor pressure of each component is directly proportional to their corresponding mole fraction. അതാണ് റോൾസ് ലോ. സോ റോൾസ് ലോ അനുസരിച്ച് പാർഷ്യൽ വേപ്പർ പ്രഷർ P1 എന്നുള്ളത് എന്തിന് ഈക്വൽ ആണ്? P10 into K1. P10 എന്താണെന്ന് അറിയാം, വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് 1. P2 എന്ന് പറയുന്നത് P20 K2. P20 എന്താണെന്ന് അറിയാം, വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് 2. ഇതാണ് ഏത് ലോ? റോൾസ് ലോ. ഇത് ഇക്വേഷൻ കൊടുത്തിരിക്കുക. പി ടോട്ടൽ കാണാനുള്ള പ്രോബ്ലം ഒക്കെ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇക്വേഷൻ കൊടുത്തിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാണ്, അപ്പോൾ ശ്രദ്ധിക്കുക. എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ A എന്ന് പറയുന്നത് X അല്ലെങ്കിൽ X എന്ന് പറയുന്ന ഒരു ഓളറ്റൈൽ ലിക്വിഡ്, A ഒരു ഓളറ്റൈൽ ലിക്വിഡ്, B ഓളറ്റൈൽ ലിക്വിഡ്. രണ്ട് ഓളറ്റൈൽ ലിക്വിഡുകൾ എൻ്റെ കയ്യിലുണ്ട്, A B. എയുടെ വേപ്പർ പ്രഷർ, A B മിക്സ് ചെയ്തതിന് ശേഷമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. എയുടെ പ്യുവർ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് എയുടെ വേപ്പർ പ്രഷർ 300 കെൽവിൻ. കാരണം നമ്മൾ വേപ്പർ പ്രഷർ ഒക്കെ പറയുമ്പോൾ ടെമ്പറേച്ചർ സ്പെസിഫൈ ആണ്. 300 കെൽവിൻ ടെമ്പറേച്ചറിൽ എയുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 100 mm of Hg ആണ്. mm of Hg എന്ന് പറഞ്ഞാൽ അറിയാം, മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. അപ്പോൾ എയുടെ പ്യുവർ വേപ്പർ പ്രഷർ എനിക്ക് കിട്ടി. എയുടെ പ്യുവർ വേപ്പർ പ്രഷർ എത്രയാണ്? 100 mm of Hg ആണ്. 300 കെൽവിനിൽ എയുടെ വേപ്പർ പ്രഷർ 100 mm of Hg ആണ്. ബിയുടെ 50 mm of Hg ആണ്. ബിയുടെ പ്യുവർ വേപ്പർ പ്രഷർ 50 mm of Hg ആണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് P0A-യും P0B-യും ആണ് പറഞ്ഞിരിക്കുന്നത്. PA-യും BB അല്ല. PA BB എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നോക്കണം. എയും ബിയും കൂടെ മിക്സ് ചെയ്തതിനു ശേഷം എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ എത്ര, ബിയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ എത്ര, അതാണ് PA BB. ഇപ്പൊ PA BB അല്ല പറഞ്ഞിരിക്കുന്നത്, P0A-യും P0B-യും പറഞ്ഞിരിക്കുന്നത്. P0A എത്ര? 100 mm of Hg. P0B എത്ര? 50 mm of Hg. നിങ്ങളിത് ചോദിക്കാം. What is the total vapor pressure? What is the total vapor pressure when 1 mole of A and 2 mole of B are mixed? നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ 1 മോൾ എയും 2 മോൾ ബിയും കൂടെ മിക്സ് ചെയ്താൽ ടോട്ടൽ വേപ്പർ പ്രഷർ എത്രയാണ്? 1 മോൾ എയും 2 മോൾ ബിയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഒരു കണ്ടെയ്നറിൽ 1 മോൾ എ എടുക്കുന്നു, 2 മോൾ ബി എടുക്കുന്നു, അത് മിക്സ് ചെയ്ത് വെച്ചാൽ, മേയുടെ മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ ആക്കി വെച്ചാൽ അതിന് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ വേപ്പർ പ്രഷർ എത്ര? ഓക്കെ, ഇപ്പോൾ റോൾസ് ലോ അറിയാത്ത ഒരാളാണെങ്കിൽ ഈ 1 മോൾ എയും 1 മോൾ ബിയും കൂടെ മിക്സ് ചെയ്ത് കണ്ടെയ്നറിലെടുത്ത് നമ്മൾ എന്തോ വേണം? PA കണ്ടുപിടിക്കണം അല്ലേ? എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കണം, ബിയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ കണ്ടുപിടിച്ചിട്ട് PA + PB ചെയ്യുമ്പോൾ P ടോട്ടൽ കിട്ടും. പക്ഷെ നമുക്ക് റോൾസ് ലോ അറിയാം. നമുക്ക് റോൾസ് ലോ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ചാടിക്കുന്നത് നമുക്ക് അങ്ങനെ മിക്സ് ഈ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, തിയററ്റിക്കലായിട്ട് നമ്മൾ പറയും. അവിടെ മിക്സ് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തിയററ്റിക്കലായിട്ട് പറയുമ്പോൾ തിയററ്റിക്കലായിട്ട് P ടോട്ടൽ എത്രയാണെന്ന് പറയുമ്പോൾ P ടോട്ടൽ എത്ര? തിയററ്റിക്കലായിട്ട് തന്നെ പറയാം P10 K1 + P20 K2. അപ്പോൾ തിയററ്റിക്കലായിട്ട് തന്നെ പറഞ്ഞു P10 K1 + P20 K2. ഇവിടെ എയും ബിയും ആണെങ്കിൽ അങ്ങനെ എടുക്കാം. P0A നമ്മുടെ കയ്യിലുണ്ട് 100 into K1 എന്താ? എയുടെ മോൾ ഫ്രാക്ഷൻ. എയുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എയുടെ നമ്പർ ഓഫ് മോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ടോട്ടൽ ആകുമ്പോൾ എയുടെ ബിയുടെ കൂട്ടണം 1/3. മോളാണ് തന്നിരിക്കുന്നത്, വെയിറ്റ് ഒന്നും അല്ല, ഡയറക്റ്റ് മോളാണ് തന്നിരിക്കുന്നത്. പ്ലസ് ബിയുടെ എത്ര? 50 into K2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ബിയുടെ മോൾ ഫ്രാക്ഷൻ. ബിയുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കൈബി കണ്ടു. ബിയുടെ മോൾ ഫ്രാക്ഷൻ ഒരു ബിയുടെ നമ്പർ ഓഫ് മോൾസ് 2, ടോട്ടൽ 3. So answer ready നമുക്ക് പറയാം 100/3 plus 100/3 ഇല്ലേ? 100/3 ഇവിടെ 100/3. So answer എന്താ?
200/3. ആൻസർ നമുക്ക് കിട്ടുന്നത് 200/3. നമ്മൾ സോൾവ് ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടില്ല. ഈ ടോട്ടൽ കിട്ടി. ഞാൻ മനസ്സിലായോ? നമുക്കവിടെ അതാണ് റോൾസ് ലോയുടെ ആപ്ലിക്കേഷൻ. അതാണ് നിങ്ങൾക്ക് ഇത് ഒരു ഈ സൊല്യൂഷന്റെ കേസിൽ ഇവിടെ ടോട്ടൽ വേപ്പർ പ്രഷർ എത്രയാണെന്ന് അറിയാം. അവിടെ 1 മോൾ എയും 2 മോൾ ബിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അതിനെ സൊല്യൂഷൻ ആക്കി പി എ ബി ബി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം റോൾസ് ലോ അനുസരിച്ച് പി എന്നുള്ളത് എപ്പോഴും എന്തിന് ഈക്വൽ ആണ്? P0 കൈ ബിക്കും പി ബി എന്നുള്ളത് P0 ബി കൈ ബിക്കും ഈക്വൽ ആണ്. സോ നമുക്കത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇതാണ് ഏത് ലോ? റോൾസ് ലോ. പിടിയില്ലേ? എന്താണ് റോൾസ് ലോയിൽ പറയുന്നത്? For a solution of two volatile liquids, the partial vapor pressure, ഓരോ കമ്പോണന്റിന്റെയും partial vapor pressure is directly proportional to mole fraction. That is, P1 is proportional to chi A, P1 is proportional to chi 1, P2 is proportional to chi 2, or we can say that P1 is equal to P10 chi 1, P2 is equal to P20 chi 2. Okay, ഇതാണ് ഏത് ലോ എന്ന് പറയുന്നത്? റോൾസ് ലോ. നമുക്കിനി പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ റോൾസ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 പ്രോബ്ലം നമുക്ക് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു പ്രോബ്ലം പറഞ്ഞേ ഉള്ളൂ. 1-2 പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ഇതിന്റെ ഗ്രാഫ്, പിന്നീട് ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കുകളുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.